നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു കടലിൻ്റെ മീതെ നടക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 45 മുതൽ 52 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബെത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്ന് പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് ഭൂതം എന്ന് അവർ നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു ഒരു സന്ധ്യയോട് അടുത്ത സമയത്ത് തൻ്റെ അടുക്കൽ വന്നുകൂടിയ 5000 പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പറഞ്ഞയച്ച ശേഷം ശിഷ്യന്മാരോട് ബെത്സയിദയ്ക്ക് നേരെ പടകിൽ കയറി പോകാനായിട്ട് ആവശ്യപ്പെട്ടു. വന്ന സ്ഥലത്തേക്കല്ല, വേറൊരു സ്ഥലത്തേക്ക്. യേശു എന്നിട്ട് മലയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു എന്തിനാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? യേശു ശിഷ്യന്മാരെ ഇപ്പോൾ പറഞ്ഞയക്കുന്നത് ഗദർ ദേശത്തേക്കാണ്. അവിടെ ഒരു ഭൂതഗ്രസ്തന് സൗഖ്യം ഉണ്ടാകണം. ആ ഭൂതഗ്രസ്തനെ നമുക്കറിയാം, ഭൂതമല്ല പിശാച് പിടിച്ചിരിക്കുകയാണ്, അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാടിലും വലിയ ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിലുള്ള ആളുകൾ പിശാച് ഭയങ്കരനാണ്, സർവശക്തനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഉപദ്രവം, ഈ പിശാച് ബാധിച്ച് കഴിയുമ്പോൾ ഭൂതഗ്രസ്തൻ്റെ ഉപദ്രവം നേരിടാതെ, അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ഉപദ്രവം നേരിടാതിരിക്കാൻ വേണ്ട മന്ത്രതന്ത്രങ്ങളൊക്കെ ചിലപ്പോൾ അവർ ചെയ്യുന്നവരുമായിരിക്കാം. പിശാചിൻ്റെ പിടിയിൽ നിന്ന് ആ മനുഷ്യനും ആ നാട് മുക്തമാകണം. അതിനുവേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നത്. കാരണം യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന്. അവരെങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാ പോകുന്നതെന്നൊന്നും ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. സർവജ്ഞാനിയായ യേശുവിന് അതറിയാം. അതുകൊണ്ട് യേശു പിതാവിൻ്റെ സഹായം തേടുകയാണ്. യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോഴും നമുക്കറിയാം, സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ സഹായം തേടി. യേശു ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ സഹായം തേടുകയാണ്. ചിലർ വിചാരിക്കുന്നത് യേശു ദൈവമല്ലേ, പിന്നെ പിതാവിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പിശാച് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷാ സമയത്തും അതിനായി ചോദിച്ചത്, നീ ദൈവത്വമല്ലേ, കല്ലപ്പമായി തീരം കൽപ്പിക്കുക. എന്നാൽ യേശു ഇവിടെ വന്നത് മനുഷ്യവർഗത്തിന് രക്ഷയൊരുക്കാൻ മാത്രമല്ല, അവരെ ആത്മീയ സത്യങ്ങൾ ഉപദേശിക്കാൻ മാത്രമല്ല, അവരെങ്ങനെ പിതാവിനെ അനുസരിച്ച് ജീവിക്കണം അതിന് മാതൃക കൂടെ കാണിക്കാനാണ്. അതുകൊണ്ടാണ് യേശു ഇപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പിതാവേ, ആ ലഗ്യോൻ ബാധിച്ചവൻ, അവനെ പിശാച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആസന്ന മരണനാണ്, അവനെ നീ പ്രയോജനപ്പെടുത്തണം. ഞാൻ ശിഷ്യന്മാരും അങ്ങോട്ട് പോവുകയാണ്, ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം പറയുന്നതിന് മുൻപും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ആ പിതാവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയണം. അതിനാണ് പിതാവ് നമ്മളെ മക്കളാക്കിയിരിക്കുന്നത്. അതിന് യേശു മാതൃകയാണ്. ശിഷ്യന്മാർ സന്ധ്യയോടടുത്തപ്പോഴാണ് പടകിൽ കയറിയത്. പക്ഷേ വലിയ പ്രതികൂലം, വലിയ കാറ്റ്. എന്താണ് ഈ പ്രതികൂലത്തിൻ്റെ കാരണം? അത് പിശാച് ചെയ്യുന്നതാണ്. കാരണം പിശാചിനറിയാം ഇവർ പോകുന്നത് ഭൂതഗ്രസ്തനെ, തൻ്റെ കസ്റ്റഡിയിലുള്ള ആളെ രക്ഷിക്കാനാണ്. അത് പാടില്ല. അപ്പോൾ ഇവർ യാത്ര ഇന്നത്തെ മുടക്കി വേറെ ദിശയ്ക്ക് പോകണം. അതിനാണ് ഈ കാറ്റിനെയും കടലിനെയും ഒക്കെ സാത്താൻ ഉപയോഗിക്കുന്നത്. ഇവർ
തണ്ടുവലിക്കുകയാണ്. ചെറുപ്പം മുതലേ ഇവർ കടലിൽ പരിചയമുള്ളവരായതുകൊണ്ട് അവർ ആഞ്ഞ് വലിക്കുകയാണ്. പക്ഷേ വലിയ ഓളവും തിരമാലയും കാറ്റും കൊണ്ട് ഇത് മുങ്ങുന്ന സ്ഥിതിയായി. 4-ാം യാമം എന്ന് പറഞ്ഞാൽ പ്രഭാതത്തോടടുക്കുകയാണ്. ആ സമയത്ത് യേശു കടലിൻ്റെ മീതെ ഈ മലയിൽ നിന്ന് ഈ കടലിൽ കൂടെ നടന്നു വരികയാണ്. അല്പം മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അപ്പോൾ അവർ പേടിച്ചുപോയി. അവരാദ്യമാണ് ഇങ്ങനൊരു ദൃശ്യം കാണുന്നത്. ഒരാൾ കടലിൻ്റെ മീതെ കരയിലെന്ന പോലെ നടക്കുന്നു. അവർ പേടിച്ച് നിലവിളിച്ചു, ഭൂതം. കാരണം വലിയ കാറ്റും കോളും ഉണ്ടായി, പടക് മുങ്ങുന്ന സ്ഥിതി. അതിൻ്റെ പുറത്ത് ഭൂതവും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും പേടിച്ചു പോവും. യേശു അടുത്ത് എന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ്. അപ്പോൾ കാറ്റ് ശാന്തമായി, കടൽ ശാന്തമായി. അവർ ഗദരദേശത്തെത്തുവാനിടയായി. പ്രിയപ്പെട്ടവരെ, വെള്ളത്തെ വീഞ്ഞാക്കിയ യേശു ക്വാളിറ്റിയുടെ മേൽ തനിക്കുള്ള അധികാരം വെളിപ്പെടുത്തി. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച കർത്താവ് ക്വാണ്ടിറ്റിയുടെ മേൽ, അളവിൻ്റെ മേൽ തനിക്കുള്ള അധികാരം വെളിപ്പെടുത്തി. ഇപ്പോഴിതാ കടലിൻ്റെ മീതെ നടന്നുകൊണ്ട് തനിക്ക് കടലിൻ്റെ മേൽ, വെള്ളത്തിൻ്റെ മേലുള്ള അധികാരം യേശു വെളിപ്പെടുത്തുകയാണ്. കാറ്റിനെയും കടലിനെയും അല്ലെങ്കിൽ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുവാനുള്ള അധികാരം യേശു വെളിപ്പെടുത്തുകയാണ്. നാം വിശ്വസിക്കുന്ന യേശു, നാം സ്നേഹിക്കുന്ന യേശു കടലിനെ സൃഷ്ടിച്ചവനാണ്, കാറ്റിനെ സൃഷ്ടിച്ചവനാണ്, കരയെ സൃഷ്ടിച്ചവനാണ്. ആ ബോധ്യത്തോടു കൂടി യേശുവിനെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.